ഹലോ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെബ് ഡിസൈനിങ്ങിന്റെ ട്യൂട്ടോറിയൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് പ്രൊജക്റ്റിനും പിന്നെ വെബ് ഡിസൈനിന്റെ പ്രാക്ടിക്കൽ എക്സാമിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, എന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു ഡിസൈൻ ഫോട്ടോഷോപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ലേഔട്ട്. അപ്പൊ ഞാൻ ഇതിനെ നമ്മുടെ സ്ലൈസ് ടൂൾ ഉപയോഗിച്ച് ഇവിടെ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ലോഗോ, ഹെഡർ, നാവിഗേഷൻ, ബാനർ, ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി സ്ലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ഫോർ വെബ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് സേവ് ചെയ്യാം. അപ്പൊ ഇവിടെ ഫോർമാറ്റ് ഇമേജ് ഒൺലി എന്നുള്ള ഫോർമാറ്റ് കൊടുക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു വെബ്സൈറ്റ് പ്രൊജക്റ്റ് എന്നുള്ള ഒരു ഫോൾഡർ സേവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ. അപ്പൊ ആ ഒരു ഫോൾഡറിന്റെ ഉള്ളിലേക്ക് ഞാൻ ഈ ഇമേജ് സേവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമേജ് സേവ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോ സ്ലൈസ് ചെയ്ത ഇമേജസ്. ഇനി നമുക്ക് ഡ്രീം വ്യൂവർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഡ്രീം വ്യൂവർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് ഇവിടെ സൈറ്റ് ഡിഫൈൻ ചെയ്യണം. അതിന് സൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ ന്യൂ സൈറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ലൊക്കേഷൻ ഏതാണോ നമ്മൾ സോഴ്സ് ഫയലുകൾ ഉള്ള ലൊക്കേഷൻ, ആ ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മള് ഇമേജ് ഒക്കെ സേവ് ചെയ്ത് വെച്ചാൽ ഈ വെബ്സൈറ്റ് പ്രൊജക്റ്റ് എന്നുള്ള ഈ ഫോൾഡർ സെലക്ട് ചെയ്യുവാണ്. ജസ്റ്റ് ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെലക്ട് കൊടുക്കുക, സേവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് HTML പേജാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. HTML ഓപ്പൺ ചെയ്യാം. ഈ പേജ് സേവ് ചെയ്ത് വെക്കണം. നമ്മൾ HTML പേജ് സേവ് ചെയ്യുന്നത്, അതായത് ഇത് നമ്മുടെ വെബ്സൈറ്റിന്റെ ഫസ്റ്റ് പേജാണ്, അതായത് ഹോം പേജ്. ഈ പേജ് ഹോം പേജിന് നമ്മൾ ഇൻഡെക്സ് പേജ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് index.html എന്നുള്ള ഫോർമാറ്റ് സേവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോം പേജ് സേവ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ CSS പേജ് ക്രിയേറ്റ് ചെയ്യണം. ഫയൽ ന്യൂ CSS ക്രിയേറ്റ് കൊടുക്കുക. ഇതാണ് നമ്മുടെ സ്റ്റൈൽ ഷീറ്റ്, അതായത് CSS പേജ്. ഈ പേജ് സേവ് ചെയ്ത് വെക്കണം. ഇത് സ്റ്റൈൽ ഷീറ്റ് എന്നതിന് പേര് കൊടുക്കാം. ഇതിന്റെ സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ .css ആണ്. സ്റ്റൈൽ .css എന്ന് പറഞ്ഞ് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ HTML പേജും ഹോം പേജും CSS സ്റ്റൈൽ ഷീറ്റും സേവ് ആയിട്ടുണ്ട്. ഇനി ഈ രണ്ട് പേജുകളും കൂടി ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലിങ്ക് ചെയ്യാൻ ഇവിടെ CSS സ്റ്റൈൽസ് പാലറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് ഇവിടെ നിങ്ങളുടെ ഡ്രീം വ്യൂവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലെങ്കിൽ ഇത് നമുക്ക് വിൻഡോയിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ അറ്റാച്ച് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നമ്മൾ
നമ്മൾ സേവ് ചെയ്ത ടൈം ഷീറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അങ്ങനെ ലിങ്ക് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലിങ്ക് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ സ്റ്റൈൽ ഷീറ്റ് HTML-ഉമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ലിങ്ക് ചെയ്യാനുള്ള കോഡ്. ഇനി നമ്മൾ CSS യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച ലേഔട്ടിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ്. അപ്പം ഫസ്റ്റ് ഇൻസേർട്ട് ലേഔട്ട് ഒബ്ജക്റ്റ് div ടാഗ് ആഫ്റ്റർ സ്റ്റാർട്ട് ഓഫ് ടാഗ് ബോഡി എന്നാണ് കൊടുക്കുന്നത്. ID നെയിം കണ്ടെയ്നർ. കണ്ടെയ്നർ കൊടുക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ പേജും എല്ലാ കണ്ടന്റും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു div ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് അതിന് കണ്ടെയ്നർ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂ CSS റൂള് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പൊ ഇത് നമ്മുടെ CSSന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇവിടെ നമ്മൾ ബോക്സ് പ്രോപ്പർട്ടിയാണ് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്ത ഡിസൈനിന്റെ ടോട്ടൽ വിഡ്ത്ത്, ഞാനിപ്പോ ഇവിടെ ഫോട്ടോഷോപ്പിൽ ചെയ്ത ഡിസൈനിന്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1360 ആണ്. അപ്പൊ 1360 പിക്സൽ കൊടുത്തു. ഹൈറ്റ് ഓട്ടോ ആണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ എല്ലാ പേജിനും ഒരേ ഒരു കണ്ടെയ്നർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ പേജിന്റെ കണ്ടന്റിനനുസരിച്ച് കണ്ടെയ്നറിന്റെ ഹൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടുവാനും കുറയുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈറ്റ് ഓട്ടോ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെയും ഓക്കെ കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കണ്ടെയ്നർ div. ഈ ഒരു ഡമ്മി ടെക്സ്റ്റ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അത് നമുക്ക് ഡിലീറ്റ് അടിക്കാം. ഇത് നമ്മുടെ ഡിസൈനിലെ ഓരോ ഭാഗമായിട്ട് നമ്മൾ ഈ കണ്ടെയ്നറിനുള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഉള്ളത് നമ്മുടെ ഹെഡർ പോർഷൻ ആണ്. നെക്സ്റ്റ് അപ്പോൾ ലേഔട്ട് ഒപ്പിച്ച് div ടാഗ്, ഇവിടെ വീണ്ടും ആഫ്റ്റർ സ്റ്റാർട്ട് ഓഫ് ടാഗ്, പിന്നെ ബോഡി എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് കണ്ടെയ്നർ എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നതെല്ലാം കണ്ടെയ്നർ divന്റെ ഉള്ളിലേക്കാണ് കൊടുക്കുന്നത്. ഇവിടെ ഹെഡർ, ഹെഡർ പോർഷനിൽ നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന വിഡ്ത്തും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് നമ്മുടെ പേജിന്റെ ടോട്ടൽ വിഡ്ത്ത് 1360 ആണ്. ഹൈറ്റ് 54 ആണ്. അപ്പൊ നമ്മൾ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 1360 പിക്സൽ, വിഡ്ത്ത് 54, ഹൈറ്റ്, ഫ്ലോട്ട് ലെഫ്റ്റ്. ഡിസൈനിലൊരു ബ്ലാക്ക് കളറാണ്. ഓക്കെ, കളറ് ബാക്ക്ഗ്രൗണ്ടിലെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ ഹെഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്ന ഡെമ്മി ടെക്സ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ ഹെഡർ ഭാഗത്തേക്ക് നമുക്ക് എന്താണ് ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അത് നമ്മളിവിടെ ചെയ്യുന്നത് പി ടാഗിന്റെ ഉള്ളിലാണ്. ടാഗ് പി കൊടുക്കുക.
ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ നമ്പറും ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുക്കും. അപ്പോൾ നമ്മൾ ഡിസൈനിൽ നോക്കിയാൽ നമ്മുടെ ടെക്സ്റ്റിന് ഡീഫോൾട്ട് ആയിട്ട് വന്ന കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമുക്ക് അതിന് സ്റ്റൈല് അപ്ലൈ ചെയ്യണം, കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ എന്തിലേക്ക് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ്, ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് കുറച്ച് മാർജിൻ കൊടുക്കണം. അതിന് നമ്മൾ ഈ ടാഗിന് സ്റ്റൈല് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി ഈ ടാഗിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ന്യൂ CSS റൂൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ടാഗിന് സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് കോമ്പൗണ്ട് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ടെക്സ്റ്റിന് നമ്മൾ കളർ അപ്ലൈ ചെയ്യാൻ ഇവിടെ ടൈപ്പ് എന്നുള്ള പ്രോപ്പർട്ടീസിൽ ടെക്സ്റ്റ് കളർ ഉണ്ട്, നമുക്ക് വൈറ്റ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് മാർജിൻ അപ്ലൈ ചെയ്യാൻ ബോക്സ് എന്നുള്ള ഓപ്ഷനിൽ മാർജിൻ ഉണ്ട്. ഇവിടെ സെയിം ഫോർ ഓൾ എന്നുള്ള ടിക്ക് കാണിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് മാർജിൻ കൊടുക്കുന്നത് ലെഫ്റ്റ് നിന്നാണ്. ഞാൻ അവിടെ നിന്നൊരു 50 പിക്സൽസ് മാർജിൻ കൊടുക്കും. ഓക്കെ, ഇപ്പൊ നോക്കിയാൽ കാണാം നമ്മുടെ ടെക്സ്റ്റിന്റെ കളറും ചേഞ്ച് ആയിട്ടുണ്ട്, അതിനൊരു മാർജിനും വന്നിട്ടുണ്ട്, അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഡിസൈനിൽ വരുന്നത് നാവിഗേഷൻ ബാറാണ്. നാവിഗേഷൻ ബാറിന് ലോഗോ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ഡിസൈൻ ചെയ്യാം. അതിന് നമ്മൾ ഇൻസേർട്ട്, ലേഔട്ട് ഒബ്ജക്റ്റ്, ഡിവ് ടാഗ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇനി കൊടുക്കേണ്ടത് ആഫ്റ്റർ ടാഗ് എന്നാണ്. ഇതുവരെ നമ്മൾ കൊടുത്തത് ആഫ്റ്റർ സ്റ്റാർട്ട് ഓഫ് ടാഗ് എന്നായിരുന്നു. ഇനി നമ്മൾ കൊടുക്കുന്നത് ആഫ്റ്റർ ടാഗ് ഇവിടെ ഹെഡർ എന്നാണ്. അതായത് ഹെഡർ പോർഷന് ശേഷമാണ് നമ്മുടെ നാവിഗേഷൻ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആഫ്റ്റർ ടാഗ് എന്ന് കൊടുത്തു. ഇവിടെ ഹെഡറിന് സെലക്ട് ചെയ്തോണ്ട് YD ഹെഡർ, ID നേവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നാവിഗേഷന്റെ ഷോർട്ടാണ് നാവ് എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നാവ് എന്ന് കൊടുത്തു. ന്യൂ CSS റൂള് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നമ്മുടെ ലോഗോ പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മളിവിടെ ബ്രൗസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ബ്രൗസ് ചെയ്തു, ലോഗോ സെലക്ട് ചെയ്തു. ഇവിടെ നോക്കിയാൽ ഇതിന്റെ ഹൈറ്റും വിഡ്ത്തും കാണാം. ഹൈറ്റ് 90 പിക്സലാണ്. നമുക്കത് ഓക്കെ കൊടുക്കാം. ഇവിടെ ഈ ഒരു ഇമേജ് നമ്മൾ നാവിഗേഷൻ ബാറിലാണ് കൊടുക്കുന്നത്. ഇതിന് വിഡ്ത്ത് നമ്മൾ നാവിഗേഷൻ ബാറിന്റെ ടോട്ടൽ, അതായത് പേജിന്റെ ടോട്ടൽ വിഡ്ത്ത് ആണ് കൊടുക്കുക. ഈ ഇമേജ് ടോട്ടൽ വിഡ്ത്ത് ഇല്ലാത്തത് കൊണ്ട് ഇമേജ് റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ റിപ്പീറ്റ് ആയി വരാതിരിക്കാൻ നമ്മളിവിടെ നോ റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ബോക്സിൽ നമുക്ക് പേജിന്റെ ടോട്ടൽ വിഡ്ത്ത് കൊടുക്കാം. തൊണ്ണൂറ് ലെഫ്റ്റ് ആണ് നമ്മുടെ ഫ്ലോട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഓക്കെ കൊടുക്കാം. ഇവിടെ കാണാം കറക്റ്റ് നമ്മുടെ ലോഗോ പ്ലേസ് ആയിട്ടുണ്ട്. നോക്കുമ്പോൾ ലോഗോ ഈ ഒരു സൈഡിലേക്ക് നീങ്ങിയാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഡിസൈനില് ഇവിടെ കുറച്ച് മാർജിൻ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് എത്രയാണെന്ന് നോക്കാം.
(132 പിക്സലാണ് 132. അപ്പൊ ഇവിടെ നമുക്ക് നാവിഗേഷൻ ഒന്നും കൂടി എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനില് എക്സ് ആക്സസ് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ എക്സ് ആക്സസ് 132 പിക്സൽ മാർജിൻ കൊടുക്കാം. നോക്കുമ്പോൾ കാണാം അതങ്ങോട്ടേക്ക് 132 പിക്സൽ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ ഈ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ക്ലിയർ വൈറ്റ് കളറല്ല. അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ പിക്ക് ചെയ്താണ് നമ്മൾ കൊടുത്തത്. അപ്പൊ വളരെ കൃത്യമായിട്ട് ആ കളറ് വന്നിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഓക്കെ കൊടുക്കും. ഈ ഉള്ള ഡമ്മി ടെക്സ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്ത് കളയാം. ഇനി അവിടേക്ക് നമുക്ക് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നാവിഗേഷൻ കീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആണ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. UL അൺലോഡഡ് ലിസ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ടാബ് UL ടാഗ് LI ഫസ്റ്റ് ഫോം ബട്ടൺ ആണ്. അപ്പൊ ഫോം കൊടുത്തു. about gallery contact. ഓക്കെ, അപ്പൊ നമ്മളിവിടെ UL ലിസ്റ്റ് അൺലോഡഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ലിസ്റ്റിന് സ്റ്റൈല് കൊടുക്കണം. അതിന് ഫസ്റ്റ് UL ടാഗിൽ ക്ലിക്ക് ചെയ്ത് CSS കോഡ് കൊടുക്കാം. അപ്പൊ ഇവിടെ കോമ്പൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കോമ്പൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ആകുന്നത് നമുക്ക് UL ടാഗിന് നമ്മൾ സെലക്ട് ചെയ്തതിന് ബേസ് ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റ് ആകുന്നത്. ഏത് ടാഗാണോ നമ്മൾ സെലക്ട് ചെയ്ത് ആ ടാഗിന് സ്റ്റൈല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ കൊടുക്കാം. ഇവിടെ UL ടാഗിന് നമ്മൾ കൊടുക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മാർജിൻ മാത്രമാണ്. അപ്പൊ ഇവിടെ ബോക്സ് എന്നൊരു ഓപ്ഷനിൽ മാർജിൻ ലെഫ്റ്റ് നമുക്ക് നോക്കാം. ഇത്രയും മാർജിൻ വരുന്നുണ്ട്. ഇതാണ് 491. ഓക്കെ, അപ്പൊ ഇവിടെ 491 മാർജിൻ കൊടുത്തു. ടോപ്പ് ഒരു 50 മാർജിൻ കൊടുത്തു. ഒരു 35 ടോപ്പ് ഒരു 35 മാർജിൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി LI ടാഗ് സ്റ്റൈൽ അപ്ലൈ ചെയ്യാം.